എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്ക് നാട്ടിൽ നിന്ന് കുറച്ച് കറിവേപ്പില കിട്ടിയിട്ടുണ്ട്. അപ്പം ശരി എന്നാൽ ആ കറിവേപ്പില കൊണ്ട് ഒരു ചമ്മന്തി പൊടി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച്. അപ്പം അതിന് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ടീസ്പൂണിലധികം അത്ര തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് പെരങ്ങുമ്പോൾ മാത്രം. എന്നിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, പിന്നെ 3 കാഞ്ഞമുളക്. ഇത് പിന്നെ കൂടി എരിവിന് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ കുരുമുളകാണ്. ഇതെല്ലാം ഇട്ട് അതിൻ്റെ കൂടെ ഒരു കഷ്ണം പെരുങ്കായം. ഇത് നിങ്ങളടുത്ത് കട്ടിപ്പെരുങ്കായം ഇല്ലെങ്കിൽ പൊടി ഇട്ട് കൊടുക്കുക. അത് അവസാനം മിക്സിയിൽ ചേർത്ത് കൊടുത്താൽ മതി. പൊടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് വറുത്താൽ നല്ലതാണ്. വറുത്താലാ നല്ല അതിൻ്റെ ഒരു മണവും വരും, നല്ലോണം പൊരിഞ്ഞ് കിട്ടുകയും ചെയ്യുക, വേഗം പൊടിയുക. അപ്പോൾ ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പം നല്ലോണം ചൂടായി മൂത്ത് വരുമ്പോൾ ഇത് നല്ലൊരു പ്രഥമൻ്റെ ഒരു പരിപ്പ് മണക്കൂലേ, ആ മണം വരും. അന്നേരം ഇത് ഇറക്കി മാറ്റി വെക്കാം. പിന്നെ കറിവേപ്പില വറുക്കാം. നമുക്ക് കറിവേപ്പില 3 കപ്പ് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പരിപ്പെല്ലാം വറുക്കുമ്പോൾ നിങ്ങളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടോളിയും. പക്ഷേ കറിവേപ്പില വറുക്കുമ്പം ലോ ഫ്ലെയിമിൽ, ഏറ്റവും എന്താണ് ചീനച്ചട്ടിക്കൊരു ചൂട് മാത്രമേ ഉണ്ടാകാവൂ. അത് നമ്മൾ 2-3 ബർണറിലുള്ള സ്റ്റൗ ആകുമ്പോൾ ഏറ്റവും ചെറിയ സ്റ്റൗവില്ലേ, ചെറിയ ബർണറില്ലേ, അതിൻ്റെ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇങ്ങനെ കുലുക്കുമ്പോൾ കണ്ട ഇങ്ങനെ ആകുമ്പോൾ വെള്ളം നല്ലോണം വറ്റി അതിൻ്റെ അർത്ഥം. അപ്പം അത് കൈ കൊണ്ടെടുത്ത് പൊടിച്ച് നോക്കിയാൽ നല്ലോണം പൊടിയും കണ്ട ഇതുപോലെ. ഇനി ഇത് ഇറക്കി വെക്കാൻ സമയമായി. അത് തണിയട്ടെ. അതൊരു പ്ലേറ്റിലാക്കിയിട്ടുണ്ട്, അതാണെന്ന് തണിയട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് പുളി ഒന്ന് വറുത്തെടുക്കാം. ഒരു ലെമൺ സൈസ് പുളി എടുത്തിട്ടുണ്ട്. അത് നല്ലോണം പിച്ചിപ്പറിച്ചിട്ടിട്ട് കയ്യിലുള്ള ചെറിയൊരു ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവില്ലേ, അതൊന്ന് പോയി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് വറുക്കുന്നത്. വറുക്കുമ്പോൾ അതും നിങ്ങൾ പറഞ്ഞ പോലെ ലോ ഫ്ലെയിമിൽ, ആ കറിവേപ്പിലേൻ്റെ അതേ ചൂടേ ഇതിനും പാടുള്ളൂ, കൂടാനേ പാടില്ല. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുരു പോക്കിയിട്ടേ എടുക്കാവൂ. കുരു അതിൽ കെണിഞ്ഞിട്ടുണ്ടെങ്കിൽ ചമ്മന്തിപ്പൊടിക്ക് കൊത്തം വന്നാൽ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം തിരിച്ചു മറിച്ചും ഇങ്ങനെ നല്ലോണം ഒന്ന് വറുത്ത് അതും ഒന്ന് തണിയാൻ വെക്കാം. അത് തണിഞ്ഞാൽ നമുക്ക് ഒരു മിക്സി ജാറിൽ ആദ്യം പുളി ഇട്ട് കൊടുക്കാം. തണിഞ്ഞിട്ടുണ്ട്. ആദ്യം പുളി ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം നമ്മുടെ പരിപ്പ് ഇതെല്ലാം വറുത്ത് വെച്ചിട്ടില്ല അതും ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഒരുവിധം പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൊള്ളുന്നില്ലെങ്കിൽ 2-3 പ്രാവശ്യമായിട്ട് ഒരിക്കലിട്ട് ഒന്ന് പൊടിഞ്ഞതിന് ശേഷം പിന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എനിക്കിത് ഒരൊറ്റ പ്രാവശ്യം ഇടുകയേ ഉള്ളൂ. പിന്നെ 1 ടീസ്പൂൺ വെല്ലത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. എല്ലാം കൂടി ഒന്നങ്ങ് അരച്ച് കളയുക. ഭയങ്കരമായിട്ട് പൊടിയണ്ട, ഒരു കുറസ് അങ്ങനെ ഒരു പൊടി, ചമ്മന്തിപ്പൊടിയല്ലേ, അത് അത്ര പൊടിഞ്ഞാൽ മതി. ഇതെങ്ങനെയാണ് തിന്നേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇഡ്ഡലിക്കും ദോശക്കും എല്ലാം കൂട്ടാം. ചോറിനാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയോ പശു നെയ്യോ പച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും എടുക്കാം, ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നല്ലോണം കൂട്ടി കുഴച്ചിട്ട് അങ്ങ് തിന്നാൻ നല്ല ടേസ്റ്റാണ്, ശരീരത്തിനും വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കാരണം നാട്ടിലിപ്പോൾ ഇഷ്ടം പോലെ കറിവേപ്പില, ഞാൻ ഇന്നാളെ നാട്ടിൽ പോയാലും കണ്ടിന്, എല്ലാ വീട്ടിലും ഉണ്ട് മരങ്ങൾ. പിന്നെ ഇതൊന്ന് ഉണ്ടാക്കുന്നതിനെ കൊണ്ടെന്താ, പിന്നെ ഉണ്ടാക്കിയിട്ട് സൂക്ഷിക്കുമ്പോൾ ഒറ്റൊരു പാട്ടയിൽ തന്നെ ഇട്ട് വെക്കാറ്. ഇതുപോലെ ചെറിയ 2-3 കുപ്പികളിൽ ഇട്ട് വെച്ചാൽ നിങ്ങൾക്ക് ഒന്ന് ഫ്രിഡ്ജിലും വെക്കാം. ഞാനിങ്ങനെയാണ് ചെയ്യുക, ഒന്ന് ഫ്രിഡ്ജിലും വെക്കും, ഒന്ന് പുറത്തും വെക്കും. ഒന്ന് തീരുമ്പോൾ മറ്റേതെടുക്കും. അപ്പം അടുത്ത ആഴ്ച വേറൊരു ഡിഷുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.